ശ്രീ എം വി ജയരാജൻ, ഇപ്പോൾ ഇ കെ നായനാരുടെ, ഒ ഭരതൻ്റെ ഒക്കെ സ്മൃതി കുടീരങ്ങളിൽ, ചടയൻ ഗോവിന്ദൻ തുടങ്ങിയവരുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് പോലീസിന് പരാതി നൽകിയിട്ടുണ്ടോ? പോലീസിന്റെ ശ്രദ്ധയിലത് പെടുത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം തെറ്റും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവുമാണത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരുടെ സ്മൃതി കുടീരങ്ങളാണ് പയ്യാമ്പലത്തുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് നായകൻ എന്ന പേരിൽ ജനങ്ങളാകെ വിശേഷിപ്പിക്കുന്ന ഇ കെ നായനാറെ പോലുള്ള നേതാക്കന്മാരുടെ, ചടയൻ, ഒ ഭരതൻ തുടങ്ങിയ നേതാക്കന്മാരുടെ സ്മൃതി കുടീരമാണ് വികൃതമാക്കിയത്. അത് ചെയ്തവരാരായാലും കണ്ടെത്തുക തന്നെ വേണം. എന്തായാലും പോലീസ് അത് അന്വേഷിക്കണം. പ്രതികളെ കണ്ടെത്തി പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പോലീസിനെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറയുന്നത്. ഇ കെ നായനാരുടെ, ഒ ഭരതൻ്റെ, ചടയൻ ഗോവിന്ദൻ്റെ സ്മൃതി കുടീരങ്ങളിലാണ് ഇപ്പോൾ കരിയോയിലൊഴിച്ച് വൃത്തികേടാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പയ്യാമ്പലത്ത് കണ്ണൂർ ജില്ലയിൽ ജനിച്ച എല്ലാ പ്രമുഖരുടെയും ശവകുടീരം നിലകൊള്ളുന്ന ഇടത്താണ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള, ചടയൻ ഗോവിന്ദൻ അടക്കമുള്ള ഇടത് നേതാക്കളുടെയും ഇടതു നേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. ഇടതു നേതാക്കളുടെ, CPM നേതാക്കളുടെ ശവകുടീരത്തിൽ ഇപ്പോൾ കരിയോയിലൊഴിച്ച് വൃത്തികേടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കെമിക്കൽ ഒഴിച്ച് നേതാക്കളുടെ ചിത്രം വികൃതമാക്കി എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. കോടിയേരി ബാലകൃഷ്ണൻ, ഇ കെ നായനാർ തുടങ്ങിയവരുടെ സ്മൃതി കുടീരത്തിലാണ് അതിക്രമമുള്ളത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. പയ്യാമ്പലത്താണ് CPM നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ ഇപ്പോൾ കെമിക്കൽ ഒഴിച്ച് അതിക്രമം നടത്തിയിട്ടുള്ളത്. ചിത്രം വികൃതമാക്കാനുള്ള ശ്രമം നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പയ്യാമ്പലം ബീച്ചിന് തൊട്ട് സമീപമാണ് പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങളെല്ലാം നിലകൊള്ളുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ, കണ്ണൂരിൽ ജനിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങൾ ഇവിടെയാണ് നിലകൊള്ളുന്നത്. AK ഗോപാലൻ മുതൽ ഏറ്റവും ഒടുവിൽ മരിച്ച കോടിയേരി ബാലകൃഷ്ണൻ വരെയുള്ള എല്ലാവരുടെയും സ്മൃതി കുടീരങ്ങൾ ഇവിടെയാണുള്ളത്. ബീച്ചിൽ നിന്ന് വരുന്നവർക്ക് ഈ സ്മൃതി കുടീരവുമായി ചേർന്ന് നിൽക്കുന്ന ഭൂമിയിലൂടെ വേണം നടന്ന് കണ്ണൂർ ടൗണിലേക്ക് പോകാൻ. ആ ഘട്ടത്തിൽ ആർക്കും ഏത് സമയത്തും ഇവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയും. അങ്ങനെയാണ് ഒരുപക്ഷേ ഇപ്പോൾ ഈ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിലൊഴിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടാവുക, കെമിക്കൽ ഒഴിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടാവുക. ഏറ്റവും ഒടുവിൽ വന്ന സ്മൃതി കുടീരമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റേത്. ഇപ്പോൾ TV രാജേഷ്, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചില കറുത്ത ശക്തികളാണ് CPM നേതാക്കളുടെ സ്മൃതി കുടീരം രാസപ്രയോഗത്തിലൂടെ വികൃതമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് അത്യന്തം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അപ്പോൾ ഈ രാസപ്രയോഗം നടത്തിയ ഈ കറുത്ത ശക്തികളെ എത്രയും വേഗം പിടികൂടാൻ പോലീസ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഈ ഇലക്ഷൻ ആസന്നമായ ഘട്ടത്തിൽ ചില ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അപ്പോൾ ആ നീക്കത്തെ പ്രവർത്തകരാകും അവരുടെ പ്രകോപനത്തിൽ വീണു പോകാൻ പാടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അല്ല, ഇപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആരാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, സമാധാന അന്തരീക്ഷം തകർന്ന് കാണുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആരാണ് എന്നുള്ളതെല്ലാം പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ന്യായീകരണവുമില്ല. കാരണം ഇവിടെ ഒരുപാട് സ്മൃതി കുടീരങ്ങളുണ്ട്. എന്നാൽ CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വളരെ പർപ്പസ്ഫുള്ളായിട്ടാണ് ഇവിടെ രാസപ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും വേഗം പിടികൂടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. TV രാജേഷാണ് റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചത്.